ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പുരാതനമായ ഒരു ശിവ ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത്. തംടി സുർലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കടമ്പ ശ്രീ മഹാദേവ ടെമ്പിൾ. ഞങ്ങളൊരു 8:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടോ. 1 മണിക്കൂർ ദൂരമുണ്ട് റൂമിൽ നിന്ന്. വെർണ റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. മഴയ്ക്കുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. അതാ മഴ തുടങ്ങി. ഇതാണ് വെർണ ഇൻഡസ്ട്രിയൽ ഏരിയ. ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇവിടെ. അതാ റോഡ് സൈഡിൽ തന്നെ മതിൽ കെട്ടിയിട്ടുണ്ട്. മണ്ണിടിയാൻ ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കെട്ടിയത്. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് ഗോവയിൽ. ഈ പാടവും പുഴയും പിന്നെ മരങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കേരളം പോലെ തന്നെ തോന്നുന്നു. പോണ്ട വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. റോഡിന്റെ 2 സൈഡിലായിട്ട് നോക്കിയേ അക്കേഷ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ ഓണപ്പൂക്കളത്തിന് ഇടാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയി ഇതൊക്കെ കുറേ പറിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലമല്ലേ. ഇതാണ് ഗോവയിലെ പ്രൈവറ്റ് ബസ്. ഇതാണ് കേട്ടോ പോണ്ട ടൗൺ. ഗോവയുടെ കൾച്ചറൽ ഹാർട്ട് എന്നാണ് ഈ പോണ്ട സ്ഥലം അറിയപ്പെടുന്നത്. സ്പൈസസിന്റെ കൾട്ടിവേഷൻ ഇവിടെയാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഇവിടെ മുതൽ 2 സൈഡിലും കാടാണ്. ഗ്രാമങ്ങളിലൂടെ പോകണം. റേഞ്ച് തീരെ കുറവാണ് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഇവിടെ നമുക്ക് ടെമ്പിളിന്റെ ബോർഡ് കാണാം. 13-ാം നൂറ്റാണ്ടിലെ അത്ഭുതമാണ് ഈ ടെമ്പിള്. ഇനി അങ്ങോട്ട് പ്രകൃതിയുടെ ഒരു മായാ ലോകമാണ്. എന്താ ഭംഗിയെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ടെമ്പിളിന്റെ ബോർഡ് ഇടയ്ക്കിടെ വെക്കുന്നതുകൊണ്ട് തന്നെ വഴി തെറ്റൂല നമുക്ക്. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിൻ്റെ കൂടെ വേണം അകത്തേക്ക് പോകാൻ. ഇവിടെ എൻട്രി ഫീ കൊടുക്കണം. പെർ അഡൾട്ട് 10 rupees ആണ്. ഇനി ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ പോകുന്നത്. അടിപൊളി റോഡാണ്. ഈ റോഡിൽ പലയിടത്തും ഇങ്ങനെ പശുക്കൾ കൂട്ടായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. വീണ്ടും ഒരു ഗ്രാമത്തിലെത്തി. ഈ ഗ്രാമം കഴിഞ്ഞാൽ വീണ്ടും ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങനെ ഫോറസ്റ്റിലൂടെ പോയി വേണം ടെമ്പിളിലെത്താൻ.
ശരിക്കും കാടിൻ്റെ നടുവിലാണ് ഈ ടെമ്പിളുള്ളത്. നമ്മൾ എത്താനായിട്ടോ. ഇവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. ഇതിലൂടെ വേണം അകത്തേക്ക് പോകാൻ. ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ ദേവന് സമർപ്പിക്കാൻ പൂച്ചെണ്ട് വിൽക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും ഒരു പൂച്ചെണ്ട് വാങ്ങി. പൂക്കളും പിന്നെ അതിൻ്റെ കൂടെ ചന്ദനത്തിരിയും ഉണ്ട്. ഇങ്ങനെ നടക്കുമ്പോഴത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് തോട് കാണാം. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞാനും ആദ്യം ആ തോട്ടിലിറങ്ങി കാല് കഴുകി. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, നല്ല സ്ഥലവും. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. അതിനൊരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ടെമ്പിള്. ടെമ്പിളിൻ്റെ അകത്ത് വീഡിയോസൊന്നും അലൗഡ് അല്ല. ഈ നമ്മൾ വാങ്ങിയ പൂച്ചെണ്ട് അവിടെ അകത്ത് സമർപ്പിക്കണം. അതിലുണ്ടായിരുന്ന ചന്ദനത്തിരി നമ്മൾ അവിടെ നിന്ന് കത്തിച്ച് പുറത്ത് വെക്കണം. ഞങ്ങൾ അവിടെ എത്തിയതും നല്ല മഴ തുടങ്ങി. ഏറ്റവും പഴക്കമുള്ള 13-ാം നൂറ്റാണ്ടിലെ ടെമ്പിളാണിത്. ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലാക്ക് ബസാൾട്ട് സ്റ്റോൺ ഉപയോഗിച്ചാണ് ഈ ടെമ്പിൾ പണിതത്. ഈ ടെമ്പിളിൻ്റെ ഫേസ് കിഴക്ക് ഭാഗത്തേക്കായതുകൊണ്ട് തന്നെ സൂര്യരശ്മി കറക്റ്റായിട്ട് അകത്തേക്ക് തന്നെ പ്രകാശിക്കും. വെള്ള ചുറ്റുമായിട്ട് പച്ചപ്പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെമ്പിള് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ അണ്ടറിലാണ്. കടമ്പ സ്റ്റൈലിലാണ് ഈ ടെമ്പിൾ പണിതത്. ബാക്കി ആർക്കിടെക്ചർ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി സിമ്പിൾ ഡിസൈനാണ്. ഈ ടെമ്പിളിന് ഏകദേശം ഒരു പിരമിഡൽ ശിഖരമാണ്. പിന്നെ അകത്തെ ശ്രീകോവിലാകട്ടെ ഒരു സ്ക്വയർ ഷേപ്പുമാണ്. ഇനി ജനലുകളാകട്ടെ സുഷിരങ്ങളുള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് അകത്തേക്ക് എടുക്കാൻ എളുപ്പമാണ്. ഈ അമ്പലം ഫോറസ്റ്റിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ നല്ലൊരു പീസ്ഫുൾ ഏരിയയാണിത്. സുർല നദിയും പിന്നെ തംടി സുർല വാട്ടർഫാളും അടുത്തുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഭംഗി നൽകുന്നുണ്ട് ഈ സ്ഥലത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബോൺല സുവോളജിക്കൽ പാർക്ക് ഇവിടെ അടുത്താണ്. നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നതിന്. സുവോളജിക്കൽ പാർക്കിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്.